മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പുറപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന ഘോഷയാത്ര 26-ന് ശരംകുത്തിയിലെത്തും. 27-നാണ് മണ്ഡലപൂജ. പ്രസാദം ജെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മണ്ഡലപൂജയ്ക്ക് ശബരീശന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ട് രഥഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. 26-ന് വൈകിട്ട് 6:30-നാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടത്തുന്നത്. തുടർന്ന് 27-ന് ഉച്ചയ്ക്ക് മണ്ഡലപൂജയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഉച്ചപൂജയോടുകൂടിയാണ് 41 ദിവസത്തെ വ്രതത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജയും നടക്കുന്നത്. തങ്കയങ്കി കാണാനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ രാവിലെ 5 മണി മുതൽ ബന്ധപ്പെട്ട അധികാരികൾ ക്രമീകരിച്ചത്. അതിനുശേഷം രാവിലെ 7 മണിക്കാണ് ഭഗവാന്റെ അങ്കി ശബരിമല മാതൃകയുള്ള രഥത്തിലേക്ക് എടുത്തു വെക്കുകയും ഈ അകമ്പടി സ്വീകരിക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശ സമിതികൾ, ജില്ലാ പോലീസ് മേധാവി, പത്തനംതിട്ട കളക്ടർ ഉൾപ്പെടെയുള്ള വിപുലമായ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പേടകം രഥത്തിലേക്ക് എടുത്തു വെച്ചത്. ഇവിടെ നിന്നും ഈ രഥം 4 ദിവസം പത്തനംതിട്ട ജില്ലയുടെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച ശേഷം വൈകുന്നേരത്ത് പമ്പയിലെത്തും. അവിടെ നിന്നും ദേവസ്വം ബോർഡ് ഭാരവാഹികളും മറ്റും ചേർന്ന് ശരംകുത്തിയിൽ ഈ പേടകം എത്തിയ ശേഷം അവിടെ നിന്ന് ആഘോഷപൂർവ്വം 18-ാം പടിയിൽ എത്തുമ്പോൾ മേൽശാന്തിയും തന്ത്രിയും ഈ പേടകം ഏറ്റുവാങ്ങിച്ച് ശ്രീകോവിൽ എത്തിച്ച ശേഷം 26-ന് വൈകുന്നേരം 6:30-ന് ദീപാരാധന നടത്തി തുടർന്ന് 41 ദിവസത്തെ മണ്ഡലപുരത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള മണ്ഡലപൂജ നടത്തുന്നതോടുകൂടി ഈ വർഷത്തെ മണ്ഡലപൂജയ്ക്ക് സമാപനം ആകും. ആറന്മുളയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.